ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് സിക്സ് ഹബ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ വന്നതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന ടോപ്പ് 5 ഹൊറർ മൂവീസ് ആണ്. നിങ്ങൾ ഇതുപോലെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എസ്ര ജെയ്ക്കയുടെ സംവിധാനത്തിൽ 2017 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് എസ്ര. പൃഥ്വിരാജ് സുകുമാർ, പ്രിയ ആനന്ദ് എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. ഈ ചലച്ചിത്രം ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചലച്ചിത്രമാണ്. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്ന രഞ്ജനും പ്രിയയും ഒരു പുരാതന പെട്ടി സ്വന്തമാക്കുന്നു. ഈ പെട്ടി തുറക്കുന്നതോടെ അവരുടെ ജീവിതത്തിൽ അസാധാരണവും ഭയാനകവുമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. ആ പെട്ടിയിൽ അബ്രഹാം എസ്ര എന്ന ആത്മാവുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇത് കുടുംബത്തെ വേട്ടയാടുകയും തുടർന്നുണ്ടാകുന്ന ആത്മീയവും അമാനുഷികവുമായ ഇടപെടലുകളിലൂടെ ആ ആത്മാവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിലെ പ്രധാന കാര്യം. മലയാളത്തിൽ അധികം പരിചയപ്പെടുത്താത്ത ജൂത പ്രപഞ്ചത്തിലുള്ള ഹൊറർ ത്രില്ലർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. യക്ഷിയും ഞാനും വിനയൻ സംവിധാനം ചെയ്ത് 2010 പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് യക്ഷിയും ഞാനും. ശ്യാം എന്ന യുവാവ് ഒരു കൊലപാതകം ചെയ്ത് ശേഷം മന്ത്രി മാധവന്റെ സഹായത്തോടെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒളിവിൽ കഴിയുന്നു. തന്റെ സഹോദരിയുടെ ചികിത്സക്ക് പണം കണ്ടെത്താനാണ് ശ്യാം ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത്. ജനവാസമില്ലാത്ത ആ ബംഗ്ലാവിൽ വെച്ച് ശ്യാം സുന്ദരിയായ അധീരയെ പരിചയപ്പെടുകയും അവളുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അധീര യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്ത്രീയല്ലെന്നും മന്ത്രി മാധവനും കൂട്ടരും ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണെന്നും ശ്യാം തിരിച്ചറിയുന്നു. മന്ത്രിയുടെ മകൻ അധീരയെയും അവളുടെ കാമുകൻ ആനന്ദിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയതായിരുന്നു. തന്റെയും കാമുകന്റെയും മരണത്തിന് കാരണക്കാരനായ മന്ത്രിയോടും കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ അധീര ശ്യാമിന്റെ സഹായം തേടുന്നു. മന്ത്രവാദിയായ നാരായണൻജിയുടെ സഹായത്തോടെ അധീരയെ തടക്കാൻ മന്ത്രി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ശ്യാം മന്ത്രിയെ വധിക്കുന്നതോടെ അധീരയുടെ പ്രതികാരം പൂർത്തിയാകുന്നു. വിന്റർ 2009 പുറത്തിറങ്ങിയ വിന്റർ ഒരു ക്ലാഷർ ചിത്രമാണ്. ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജയറാമും ഭാവനയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ സർജനായി ജോലി ചെയ്യുന്ന ഡോക്ടർ രാമദാസ് തന്റെ മക്കളുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനുമായി നഗരത്തിന് പുറത്തുള്ള ഒരു വിജനമായ ബംഗ്ലാവിലേക്ക് താമസം മാറുന്നു. എന്നാൽ അവിടെ എത്തിയതോടെ ആ കുടുംബത്തിന് അസാധാരണമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. ബംഗ്ലാവിലും പരിസരത്തും നിഗൂഢമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. മൃഗങ്ങൾ കൊല്ലപ്പെടുന്നതും കുട്ടികൾ ആരോ പിന്തുടരുന്നതും കുടുംബത്തെ ഭയപ്പെടുത്തുന്നു. തുടക്കത്തിൽ ഇതൊരു പ്രേതബാധയാണെന്ന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് അലഞ്ഞു തിരിയുന്ന ഒരു ക്രൂരനായ കൊലയാളിയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് തെളിയുന്നു. ഡോക്ടർ രാമദാസും ഭാര്യ ശ്രീമയും തങ്ങളുടെ മക്കളെ ഈ സൈക്കോപാത്തിക് കൊലയാളിയിൽ നിന്നും രക്ഷിക്കാൻ നടക്കുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ്. ഭൂതകാലം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭൂതകാലം ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ്. സ്കൂൾ ടീച്ചറായ ആശയും മകൻ വിനുവും വാടക വീട്ടിൽ താമസിക്കുന്നു. ആശ വർഷങ്ങളായി വിഷാദ രോഗത്തിന് മരുന്നു കഴിക്കുന്നവളാണ്. വിനു പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ ഇരിക്കുന്നതിന്റെ പേരിൽ അവർക്കിടയിൽ തർക്കങ്ങൾ പതിവാണ്. വിനുവിന്റെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ആ വീട്ടിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. വീട്ടിൽ ആരോ ഉണ്ടെന്ന തോന്നൽ വിനുവിനുണ്ടാകുന്നു. മുത്തശ്ശിയുടെ മുറിയിൽ താൻ പൂട്ടിയിടപ്പെട്ടതായും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായും അവൻ പരാതിപ്പെടുന്നു. എന്നാൽ മാനസിക പ്രശ്നങ്ങൾ കാരണം അവൻ തോന്നലുകൾ ആണെന്ന് ആശയും ബന്ധുക്കളും വിശ്വസിക്കുന്നു. അവർ താമസിക്കുന്ന വീടിന്റെ പഴയ കാല ചരിത്രത്തിൽ നടന്ന ചില ആത്മഹത്യകളും കൊലപാതകങ്ങളും കഥയുടെ ഗതി മാറ്റുന്നു. തുടക്കത്തിൽ വിനുവിന്റെ തോന്നലുകളായിരുന്ന കാര്യങ്ങൾ പിന്നീട് ആശയും അനുഭവിക്കാൻ തുടങ്ങുന്നു. അവസാന നിമിഷങ്ങളിൽ അവർ താമസിക്കുന്ന വീട്ടിലെ യഥാർത്ഥ ഭീകരത പുറത്തു വരുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ നടത്തുന്ന പോരാട്ടമാണ് ചിത്രം. ഭ്രമയുഗം 2024 പുറത്തിറങ്ങിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ ചിത്രമാണ് ഭ്രമയുഗം. 17-ാം നൂറ്റാണ്ടിലെ മലബാറിന്റെ
പശ്ചാത്തലത്തിലാണ് ഇതിന്റെ കഥ നടക്കുന്നത്. അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലൂടെ ഓടിപ്പോകുന്ന ദേവൻ എന്ന പാണൻ വഴിതെറ്റി കാട്ടിനുള്ളിലെ പുരാതനമായ ഒരു മനയിൽ എത്തിച്ചേരുന്നു. ആ മനയിൽ കൊടുമൺ പോറ്റി എന്ന ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ ഒരു പാചകക്കാരനും മാത്രമാണ് ഉണ്ടായിരുന്നത്. പോറ്റി ദേവനെ അവിടെ താമസിപ്പിക്കുന്നു. എന്നാൽ വൈകാതെ താൻ ആ മനയിൽ നിന്ന് പുറത്തു പോകാറില്ലെന്നും താൻ അവിടെ കുടുങ്ങിയതായും ദേവൻ തിരിച്ചറിയുന്നു. ആ മനയിൽ ദൈവമില്ലാത്ത ഭ്രാന്തിന്റെ കാലമായ ഭ്രമയുഗം ആണ് നിലനിൽക്കുന്നതെന്ന് പോറ്റി അവനോട് പറയുന്നു. കൊടുമൺ പോറ്റി യഥാർത്ഥത്തിൽ ഒരു ചാത്തനാണെന്നും യഥാർത്ഥ പോറ്റിയെ കൊന്ന് അയാളുടെ രൂപം സ്ഥിരീകരിച്ചതാണെന്നും കഥയുടെ രണ്ടാം പകുതിയിൽ വെളിവാകുന്നു. ദേവനും പാചകക്കാരനും ചേർന്ന് മാന്ത്രിക ശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിനിടയിലുണ്ടാകുന്ന അധികാര കൈമാറ്റങ്ങളും സംഘർഷങ്ങളുമാണ് ചിത്രത്തിലെ സസ്പെൻസ് നിലനിർത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.